ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ നല്ലൊരു അടിപൊളി ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 10-25 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ച് 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്, ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ഇനി നമുക്കിത് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ 1 കിലോ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചതച്ച മിക്സ് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഏകദേശം അതിൻ്റെ പകുതിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലോട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികം ചേർക്കരുത്. ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ്സൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചോ കൈ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5-6 വിസിലൊക്കെ വേണ്ടി വരും. നമ്മൾ സാധാരണ വേവിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തിടണം. വെന്തുടഞ്ഞു പോകരുത്. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വേവും വേണം. അതൊന്ന് വെന്ത് വന്നിട്ടാകുമ്പോൾ നമുക്കൊരു അടികട്ടിയുള്ള ഒരു പാത്രം ഒന്ന് ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മിക്സിൻ്റെ ബാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച കുത്തൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിലുള്ള വെള്ളം അടക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ബീഫിലുള്ള വെള്ളമൊക്കെ കൂടി ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തിളച്ച് ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആക്കി കിട്ടും. ഇതൊന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൂടുതൽ നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ച് ഇതുപോലെ നന്നായി ഡ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ സംഭവം സെറ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഏത് ഡിഷിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ മറ്റൊരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.